ഹായ് ഡിയേഴ്സ്, മക്കളെ നമ്മളെല്ലാവരും ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിങ്കളാഴ്ച കണക്ക് പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പൊ നമുക്ക് മൊത്തത്തില് 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മൊത്തത്തിൽ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും വെയിറ്റേജ് കൂടി അരിത്തമെറ്റിക് സീക്വൻസ് തുടങ്ങിയ ഒത്തിരി അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള 4 ദിവസം ഫലപ്രദമായി വിനിയോഗിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഇനി പഠിച്ചു തുടങ്ങി ഇനിയുള്ള 4 ദിവസം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഉറപ്പായിട്ടും മോഡൽ എക്സാമിന് ഇപ്പൊ ഒരു 30-35 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ഇനിയുള്ള 4 ദിവസം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഡിഗ്രി എന്ന അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സെക്കൻഡ് ഡിഗ്രി എന്ന അധ്യായത്തിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ടൈപ്പ്, അപ്പൊ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് നേരെ നമ്മളെ കാര്യത്തിലോട്ട് കിടക്കാം, നമ്മളെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ആഡഡ് ടു എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ ആഡഡ് ടു x² + 6x, അതായത് x² + 6x എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിനോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നോക്കുക മക്കളെ, എക്സിന്റെ കൂടെയുള്ള ആൾ ആരും നോക്കുക. എക്സിന്റെ കൂടെയുള്ള ആൾ ആരാണ്? 6. അവിടെ നിങ്ങൾ ചിഹ്നം ഒന്നും നോക്കേണ്ട കാര്യമില്ല. എക്സിന്റെ കൂടെ ഇരിക്കുന്ന നമ്പർ ആരും നോക്കുക. നമ്പർ ആരാണ്? 6. അതിന്റെ പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. അതാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള ആള് 6 ആണ്. 6ന്റെ പകുതി 3. സോ നമുക്ക് അവിടെ ആഡ് ചെയ്യാനുള്ളത് 3² = 9. അപ്പൊ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാടാ? 9. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കട, x² + 8x. ഇതിനോടൊപ്പം നിങ്ങൾ ഏത് നമ്പർ ആഡ് ചെയ്യും? യെസ്, എക്സിന്റെ കൂടെയുള്ള ആള് 8. 8ന്റെ പകുതി 4. 4ന്റെ സ്ക്വയർ = 16. നിങ്ങൾ ആഡ് ചെയ്യേണ്ട നമ്പർ 16 ആണ്. അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നത് എന്നുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതെന്ന് നോക്കുക, അതിന്റെ പകുതി എടുക്കുക, ദെൻ അതിന്റെ സ്ക്വയർ എടുക്കുക. സോ ആ നമ്പർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 9 എന്നാണ്. ഓക്കെ ആണോ? ദെൻ രണ്ടാമത്തെ ചോദ്യം, find the natural number value of x from the equation x² + 6x = 16. മക്കളെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ എക്സ് എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതി, x² + 6x = 16. നമുക്കറിയാം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. നമുക്കറിയാം എന്താണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? സമത്തിന്റെ ഇക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. ഒരിക്കൽ കൂടെ പറയാം, എക്സിന്റെ കൂടെ ഇരിക്കുന്ന നമ്പർ അതിന്റെ പകുതിയുടെ സ്ക്വയർ അതെന്ത് ചെയ്യുക? ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. സോ നമ്മൾ അതനുസരിച്ച് ഇവിടെ എങ്ങനെ വരും? x² + 6x പ്ലസ് ലെഫ്റ്റ് സൈഡിൽ 3² = 16 + 3². ലെഫ്റ്റ് സൈഡിൽ 3² ആഡ് ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ നമ്മൾ റൈറ്റ് സൈഡിൽ 3² എന്ത് ആഡ് ചെയ്യും. ദെൻ അടുത്ത് എക്സ് നോക്കുക, ഇവിടെ 3. ഒരിക്കലും 3² 9 എന്ന് എഴുതരുത്, 3² എന്ന് തന്നെ എഴുതുക. ദെൻ എല്ലാം പ്ലസ് ആയതുകൊണ്ട് x + 3 the whole square = 16. 3യുടെ സ്ക്വയർ എത്ര മക്കളെ? 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. സോ 16 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 25. സോ എന്ത് വരൂടാ? x + 3 = ±√25. x + 3 = ±√25. നിങ്ങൾക്ക് അറിയാം, പ്ലസ് സ്ക്വയർ സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. സോ ഇവിടെ വെച്ച് എന്ത് വരും? x + 3 = ±5. x + 3 = ±5. ദെൻ നോക്കുക, x + 3 = 5 or x + 3 = -5. കാരണം ഒരു നമ്പറിന്റെ റൂട്ട് എടുക്കുമ്പോൾ പ്ലസും കിട്ടാം മൈനസ് കിട്ടാം, അതുകൊണ്ടാണ് ± എടുക്കുന്നത് കേട്ടോ. സോ x = 5 - 3 = 2. x = നമുക്ക് 2 എന്ന് കിട്ടി. ഇവിടെയാണെങ്കിലോ x = -5 - 3 = -8. മക്കളെ, നമ്മൾ ഇതിൽ ഏത് വില സെലക്ട് ചെയ്യും? യെസ്, എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നുണ്ട് അവര്? ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ ഉത്തരം 2 ആണ്. കാരണം -8 നാച്ചുറൽ നമ്പർ അല്ല. നമ്മൾ എണ്ണൽ സംഖ്യയായിട്ട് നമ്മൾ -8 ഉപയോഗിക്കാറില്ല. സോ നമ്മളെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് x = 2 ആണ്. എക്സിന്റെ വില 2 ആണ്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1 added to the product of 2 consecutive odd number. യെസ്, എന്താണ് ചോദ്യം? 1 ആഡ് ചെയ്യണം. എന്തിനോട്? പ്രോഡക്റ്റ് ഓഫ് 2 consecutive odd number. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എന്തായിരിക്കും ഇവിടെ എക്സ് പ്ലസ് ടു ആയിരിക്കും. രണ്ടാമത്തെ ആള് ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആള് എക്സ് പ്ലസ് ടു ആയിരിക്കും. ഇവിടെ നോക്കിയോ, ഇവിടെ എന്താണ് ചോദ്യം? റൈറ്റ് ഡൗൺ എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് സ്മോളർ സൈഡ് എക്സ്. മക്കളെ ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എക്സ് പ്ലസ് ആയിരിക്കും. ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആള് എക്സ് പ്ലസ് ടു ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഓഡ് നമ്പറും ഈവൻ നമ്പറിന്റെയും പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓഡ് നമ്പർ ഈവൻ നമ്പർ വന്നാൽ ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എന്തായിരിക്കും എക്സ് പ്ലസ് ടു. നമ്മൾ അതിനെങ്ങനെ എടുക്കുന്നു? ലെറ്റ് എക്സ് കോമ എക്സ് പ്ലസ് ടു ബി ടു ഓഡ് നമ്പർ. രണ്ട് ഓഡ് നമ്പർ. മക്കളെ ഓഡ് നമ്പർ അല്ല, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ. അടുത്തടുത്തുള്ള രണ്ട് ഓഡ് നമ്പർ ആണ്. ഓക്കെയാണ്. ശരി, ഇനി അടുത്ത് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മളടുത്ത് പറഞ്ഞേക്കണേ എന്താണ്? യെസ്, ഇവന്റെ പ്രോഡക്റ്റിനോട് 1 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 900 കിട്ടുമെന്നാണ് പറയുന്നത്. എന്താണ് ഇവന്റെ പ്രോഡക്റ്റ്? യെസ്, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു തന്നെ പ്രോഡക്റ്റ്. അതിനോടൊപ്പം എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 900 കിട്ടും. ഓക്കെ ആണോ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ദാറ്റ് ഇസ് പ്രോഡക്റ്റ് പ്ലസ് 1 ആഡ് ചെയ്തു ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടി? ഗീവ്സ് 900. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 900. ഓക്കെ, മക്കളെ സെക്കൻഡ് ഡിഗ്രി അല്ലേ ഫോം ചെയ്യാൻ പറഞ്ഞത്? ഒന്നുകിൽ ഈ 1നെ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 900 അങ്ങോട്ട് അപ്പുറത്തോട്ട് 1 പോകുമ്പോൾ എത്ര വരും? 899. ഓക്കെ ആണോ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കഴിഞ്ഞു. ഇനി എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഇനി ചില ആളുകൾ ഈ 899 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ഈക്വൽ ടു 0 എന്ന് എഴുതാറുണ്ടോ? അത് നിങ്ങൾക്ക് എഴുതാം, അങ്ങനെയും എഴുതാം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ്? സോ നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കണം അല്ലേ? നമ്മളിവിടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സും എക്സ് പ്ലസ് ടു ആയിട്ടല്ലേ എടുത്തേ? സോ നമ്മൾ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന്റെ വില കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇനി ഇത് സോൾവ് ചെയ്താൽ ആരുടെ വില കിട്ടും? എക്സിന്റെ വില കിട്ടും. ഓക്കെ, ദെൻ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 899. ഇനി നിങ്ങൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യും? ഇവിടെ നിങ്ങൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യും? യെസ്, നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സിന്റെ കൂടെയുള്ള ആൾ. എക്സിന്റെ കൂടെയുള്ള ആൾ ആരാണ്? 2. 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യും. യെസ്, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യും. ഓക്കെ ആണോ? ദെൻ ഇവിടെ എന്തോ വരും? ഇതിന്റെ അടിയിൽ ഒരിക്കൽ നോക്കുക. അപ്പൊ എങ്ങനെ വരും? എല്ലാം പ്ലസ് ആയതുകൊണ്ട് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് 899 ഒന്ന് കൂട്ടുമ്പോ ഓക്കെ 899 ഒന്ന് കൂട്ടുമ്പോ എത്ര വരും? 900. ഓക്കെ ആണോ? ദെൻ ഈ ഒരു സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 900. സോ എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 30. സോ എക്സ് പ്ലസ് 1 ഈക്വൽ ടു നിങ്ങൾ 30 എടുക്കുക, മൈനസ് എടുക്കണ്ട. എക്സ് ഈക്വൽ ടു ഈ ഒന്നങ്ങ് അപ്പുറത്തും എന്ത് വരാം? 30 മൈനസ് 1 സമം 29. എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 29. മക്കളെ ആദ്യത്തെ നമ്പർ 29 എന്ന് കിട്ടി. ദെൻ രണ്ടാമത്തെ നമ്പർ ആരായിരിക്കും? യെസ്, 29,31. ഇതാണ് നമ്മളെ ഉത്തരം. 29,31. ഓക്കെ, 29,31 ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവരും നോക്കുക. അപ്പൊ ആദ്യത്തെ നമ്പറിന് നമ്മൾ എക്സ് എന്ന് എടുത്തു, രണ്ടാമത്തെ നമ്പറിന് നമ്മൾ എക്സ് പ്ലസ് 2 എന്ന് എടുത്തു. ദെൻ അതിന് അവർ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ചെയ്ത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്തു. നമ്മൾ ആൻസറിലോട്ട് എത്തി. സോ നമ്മൾ ആൻസർ 29,31. ഓക്കെ ആണോ? ഓക്കെ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നമ്മളിവിടെ ചെയ്ത ഇത് മുതൽ ഇങ്ങോട്ട് ചെയ്ത ഈ ഒരു മെത്തേഡാണ് കംപ്ലീറ്റ് സ്ക്വയർ. സാർ ഇപ്പൊ ഈ റൗണ്ട് ചെയ്ത് കാണിച്ചതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. എന്താണ് കംപ്ലീറ്റ് സ്ക്വയർ? എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡ് ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഏത് ഫോമിലോട്ട് എത്തും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലോട്ട് എത്തും അല്ലേ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതിനെ എനിക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. യെസ്, അതിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് എളുപ്പം സോൾവ് ചെയ്യും. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ when all the side of a square decreased by 3 meter. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ വീഡിയോ എന്ത് ചെയ്യുക? റിവേഴ്സ് ആയിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ വീഡിയോ കാണുക. അങ്ങനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാനിത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. പക്ഷെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അത് ഒരിക്കൽ കൂടെ കാണുന്നതാണ്. സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും സെക്കൻഡ് ഡിഗ്രിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിയും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സെക്കൻഡ് ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, നമ്മൾ ഒരു ഷുവർ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ, when all the side of a square decreased by 3 meter, the area become 64. Find the length of the first square. മക്കളെ നോക്കുക, ആദ്യം നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഏരിയ എന്ത് ചെയ്തു? സൈഡ് എന്ത് ചെയ്തു? 3 മീറ്റർ കുറച്ചു. സോ ആദ്യത്തിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഇതിന്റെ സൈഡ് എന്തായിരിക്കും?
എക്സ് മൈനസ് ത്രീ ആയിരിക്കും അല്ലേ? ആദ്യത്തിന്റെ സൈഡ് എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ സൈഡ് എന്തായിരിക്കും? 3 മീറ്റർ കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് ത്രീ. ഓക്കെ ആണോ? ഇവിടെ മക്കളെ ഒരു സ്ക്വയറിന്റെ സൈഡും ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? യെസ്, സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും? എക്സ് സ്ക്വയർ. സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ, സൈഡ് ബി ആണെങ്കിൽ ബി സ്ക്വയർ അല്ലേ? അപ്പൊ സൈഡ് എക്സ് മൈനസ് ത്രീ ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും? എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ അല്ലേ? എന്താണോ സൈഡ് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. സോ ഇവിടെ പറയുന്നത് ആദ്യം നമ്മളെ കയ്യിൽ എക്സ് ഉണ്ടായിരുന്നു, 3 മീറ്റർ കുറച്ചപ്പോ എനിക്ക് ഏരിയ എന്തായി? 64. സോ എക്സ് മൈനസ് ത്രീ സൈഡ് ആയപ്പോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ? 3 മീറ്റർ കുറച്ച് കഴിഞ്ഞപ്പോ ഏരിയ എന്തായി? 64. സോ എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64. നിങ്ങൾക്ക് ഇനി അറിയാം എന്ത് ചെയ്താൽ മതി? സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തോ ഇവിടെ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു റൂട്ട് 64. സോ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8. മക്കളെ പ്ലസ് ഓർ മൈനസ് ഇടുക, പ്ലസ് ഓർ മൈനസ് 8. ദെൻ ഇവിടുന്ന് എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു 8 ഓർ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു മൈനസ് 8. ഓക്കെ ആണോ? ശരി. ദെൻ അടുത്തിവിടെ എന്ത് വരും? എക്സ് ഈക്വൽ ടു 8 പ്ലസ് 3 സമം 11. മക്കളെ ഇവിടെ എന്തായാലും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും വരിക. എക്സ് ഈക്വൽ ടു മൈനസ് 8 പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 5. വലുതിന് ചെറു കുറച്ച് വലുതിന് ചിഹ്നം. ഒരിക്കലും സ്ക്വയറിന്റെ സൈഡ് നെഗറ്റീവ് ആവില്ല. സോ ഈ ആൻസർ നമ്മൾ എടുക്കില്ല. നമ്മൾ എടുക്കുന്ന ആൻസർ എക്സ് ഈക്വൽ ടു 11. ഓക്കെ, അപ്പൊ നമ്മളെ യഥാർത്ഥ ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് എത്രയും ചോദിച്ചാൽ എത്രയാണ്? യെസ്, 11 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എക്സ് എന്ന് എടുത്തു, 3 മീറ്റർ കുറച്ചപ്പോ എക്സ് മൈനസ് ത്രീ ആയി. അതിന്റെ ഏരിയ അപ്പൊ എക്സ് മൈനസ് ത്രീയുടെ സ്ക്വയർ. എന്താ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? സൈഡ് എക്സ് മൈനസ് ത്രീ ആയാൽ ഏരിയ എന്തായിരിക്കും? എക്സ് മൈനസ് ത്രീയുടെ സ്ക്വയർ. അത് തന്നിട്ടുണ്ട് എത്ര? 64. ഓക്കെ ആണോ? എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ദെൻ മക്കളെ അടുത്ത ചോദ്യം, ദ സം ഓഫ് ദ നമ്പേഴ്സ് ഡിനോട്ടഡ്, അതായത് സം എടുക്കണം. ആരുടെയൊക്കെ സമ്മ്? പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെയും ഏരിയയുടെയും സം എടുക്കുമ്പോൾ എനിക്ക് 140 കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇഫ് ലെങ്ത് ഓഫ് ദ സൈഡ് ഇസ് എക്സ്. ഓക്കെ മക്കളെ, സ്ക്വയറിന്റെ സൈഡ് എക്സ് എന്ന് എടുക്കാൻ പറയുന്നുണ്ട്. യെസ്, നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് എക്സ്. ദെൻ സം ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ. മക്കളെ ഏരിയ എക്സ് സ്ക്വയർ പ്ലസ് പെരിമീറ്റർ 4x. ശരിയല്ലേ? ഒരു സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എക്സ് സ്ക്വയർ, പെരിമീറ്റർ 4x അല്ലെ? 4 സൈഡുള്ള എക്സും കൂടെ കൂട്ടുമ്പോൾ 4x ഈക്വൽ ടു എനിക്ക് 140 കിട്ടി. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ഇനി നിങ്ങൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യുക? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഉത്തരത്തിലെത്താൻ നിങ്ങൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി മക്കളെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 4x. പറ, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് നിങ്ങളൊന്ന് മനസ്സിൽ പറ. എക്സിന്റെ കൂടെയുള്ള നമ്പർ യെസ് 4, 4ന്റെ പകുതി 2ന്റെ സ്ക്വയർ നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യും. സോ ഇവിടെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144. ഡൗട്ട് ഉണ്ടോ? യെസ്, എക്സിന്റെ കൂടെയുള്ള ആള് 4 ആണ്, 4ന്റെ പകുതി 2 ആണ്, 2ന്റെ സ്ക്വയർ എടുത്ത് നമ്മൾ രണ്ട് സൈഡിൽ ആഡ് ചെയ്തു. സോ ഇവിടെ മക്കളെ എക്സ് പ്ലസ് 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 144. സോ എക്സ് പ്ലസ് 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 12 എന്ന് കിട്ടും അല്ലെ? എക്സ് പ്ലസ് 2 റൂട്ട് 144 12 ആണ്. ദെൻ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 12 ഓർ എക്സ് പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 12 അല്ലെ? പ്ലസ് 12 വരാം, മൈനസ് 12 വരാം. സോ എക്സ് ഈക്വൽ ടു മക്കൾ ഇവിടെ എന്ത് വരും? 12. ഈ പ്ലസ് 2 സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2 ആവും. സോ 12 മൈനസ് 2 എന്ന് പറയുന്നത് 10 ആണ്. ദെൻ ഇവിടെ എന്ത് വരും? എക്സ് ഈക്വൽ ടു ഈ പ്ലസ് 2 സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2 ആവും. മൈനസ് 12 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 14. നിങ്ങൾ പറ, ഇതിൽ ഏത് ഉത്തരം സെലക്ട് ചെയ്യോ? എക്സ് ഈക്വൽ ടു 10 സെലക്ട് ചെയ്യോ? എക്സ് ഈക്വൽ ടു മൈനസ് 14 സെലക്ട് ചെയ്യോ? യെസ്, നിങ്ങൾക്കറിയാം എക്സ് ഈക്വൽ ടു 10. എന്തുകൊണ്ടല്ല? എന്തുകൊണ്ട് 14 അല്ല? സ്ക്വയറിന്റെ സൈഡ് ഒരിക്കലും മൈനസ് ആവൂല. നമ്മൾ ആരെങ്കിലും പറയോ നമുക്ക് മൈനസ് 5 മീറ്റർ നീളമുള്ള ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ മൈനസ് 5 മീറ്റർ നീളമുള്ള ഒരു വടി, അല്ലെങ്കിൽ മൈനസ് 5 കിലോമീറ്റർ നീളമുള്ള റോഡ് എന്നൊക്കെ നമ്മൾ പറയോ? ഇല്ല, നെഗറ്റീവ് ആവത്തില്ല ഒരിക്കലും. സോ ഇവിടുത്തെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10. സൈഡ് ഇസ് ഈക്വൽ ടു 10. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആണ്. എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒറ്റ വഴി കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഓക്കെ, മക്കളെ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം. പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും റെക്ടാംഗിൾ ബേസ് ചെയ്ത ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അത് ഒന്നുകിൽ ഏരിയയും പെരിമീറ്റർ എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ഏരിയയും പെരിമീറ്ററും വരുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. സോ നമുക്ക് ആദ്യം ഇതിലോട്ട് നോക്കാം. പിന്നെ മക്കൾ ഇവിടെ എന്ത് പറയുന്നു? യെസ്, ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിളിന്റെ നീളം
4 മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിനേക്കാൾ 4 കൂടുതലാണ്. ബ്രെഡ്ത്തിനേക്കാൾ 4 കൂടുതലാണ്. സോ നിങ്ങൾ മനസ്സിലാക്കും, ബ്രെഡ്ത്ത് 5 ആണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? 9 ആയിരിക്കും. ബ്രെഡ്ത്ത് 9 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര, ലെങ്ത് എത്രയായിരിക്കും? 13 ആയിരിക്കും. എത്രയാണോ ബ്രെഡ്ത്ത് അതിനേക്കാൾ എത്ര കൂടുതലാ? 4 കൂടുതൽ. സോ ഒന്നാമത് ഇനി അതിനടുത്ത് അവിടെ എന്ത് പറഞ്ഞിട്ട് ഏരിയ 572 എന്ന് പറയുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടി അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഈ ചോദ്യം. യെസ്, ഇഫ് ബ്രെഡ്ത്ത് എക്സ്, ഇപ്പൊ ബി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത്? 4 കൂടുതൽ x+4. ചോദ്യം കഴിഞ്ഞ് മക്കളെ പരീക്ഷയ്ക്ക് 1 മാർക്ക് കിട്ടി. ഒന്നാമത്തെ ചോദ്യം എഴുതി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. വളരെ എളുപ്പമാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കും. മക്കളെ ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 572 ആണ്. കാരണം ഏരിയയുടെ ഫോർമുല എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ലെങ്ത് എന്ന് പറയുന്നത് x+4 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ്. സോ 572. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x ഇൻറ്റു എക്സ്, x² പ്ലസ് x ഇൻറ്റു 4, 4x ഈക്വൽ ടു 572. മക്കളെ ഇനി നമ്മൾ ഏത് മെത്തേഡിൽ ചെയ്യും? യെസ്, നിങ്ങൾക്കറിയാം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ നിങ്ങൾ ചെയ്യും. ഇപ്പൊ എങ്ങനെ വരൂടാ? x² പ്ലസ് 4x പ്ലസ് എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതി 2² ഇസ് ഈക്വൽ ടു 572 പ്ലസ് 2². ദെൻ ഇവിടെ പെട്ടെന്ന് പറയൂ, x+2 ദ ഹോൾ സ്ക്വയർ അല്ലേ? x+2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഈ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, താണ്ട ഈ രണ്ട് സ്ക്വയർ എടുത്ത് കോമൺ ആയിട്ട് ഞാൻ കൊടുത്തു. ഒരിക്കലും അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ദെൻ എന്ത് വരുന്നു? 572 4 കൂട്ടുമ്പോൾ 576. ഓക്കെ ആണോ? ദെൻ x+2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 576 അല്ലെ? പ്ലസ് ഓർ മൈനസ് റൂട്ട് 576. ദെൻ x+2 ഈക്വൽ ടു, നമുക്ക് 576ന്റെ റൂട്ട് എത്രയാണ്? 576ന്റെ റൂട്ട് പഠിച്ചു വയ്ക്കുക, 24 ആണ്. 24. ദെൻ ഇവിടെ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. x+2 ഈക്വൽ ടു 24 ഓർ x+2 ഈക്വൽ ടു -24. ഓക്കെ ആണോ മക്കളെ? ഞാൻ എന്തായാലും ഈ നെഗറ്റീവ് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് അറിയാതെ നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുക. സോ നമ്മൾ നെഗറ്റീവ് ആൻസർ കിട്ടിയാൽ എന്ത് ചെയ്യും? നമ്മൾ പോസിറ്റീവ് എടുക്കുള്ളൂ. സോ ഇവിടെ എന്തോ x ഈക്വൽ ടു 24 - 2 സമം 22. നീളം നമുക്ക് കിട്ടി. നീളമാണോ കിട്ടിയത്? വീതിയാണോ കിട്ടിയത്? തെറ്റിക്കരുത്. നമുക്ക് കിട്ടിയത് x ആണ്. നമ്മൾ x ആയിട്ട് എടുത്തിട്ടുള്ളത് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത്. അപ്പൊ എന്തായിരിക്കും ലെങ്ത്? സോ ലെങ്ത് എന്ന് പറയുന്നത് 24ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22 ആയിരിക്കും. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റും ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, നമ്മൾ ഇനി അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോകുന്നു. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ 48 ആൻഡ് ഏരിയ 135. ദെൻ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? നമുക്കറിയാം P ഈക്വൽ ടു പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+P ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് 48. മക്കളെ L+P ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിന്റെ സം എത്ര ആയിരിക്കും? ഈ 2 സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. ദാറ്റ് ഈസ് 24. കഴിഞ്ഞു. എന്താണ് ബി ചോദ്യം? ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമുക്കിവിടെ ഏരിയ ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാം. അതിനു മുമ്പ് L+B 24 ആണെങ്കിൽ ലെങ്ത് x ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? യെസ്, 24 - x. നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള കണക്കിൽ ചെയ്ത അതേ മോഡലാണ്. ലെങ്ത് x, ബ്രെഡ്ത്ത് 24 - x. ഓക്കെ ആണോ? അവിടെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെരിമീറ്റർ വെച്ചിട്ട് എടുത്തു അല്ലെ? നമ്മൾ ഏരിയക്ക് കൊടുക്കുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? therefore x ഇൻറ്റു 24 - x ഈക്വൽ ടു എത്രയാടാ? 135. അതായത് ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. 135 എന്ന് അവര് തന്നിട്ടുണ്ട്. സോ നമുക്ക് നേരെ കൊടുക്കുമ്പോൾ എന്തോ അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തോടാ? x ഇൻറ്റു 24x മൈനസ് x ഇൻറ്റു x² ഈക്വൽ ടു 135. അപ്പൊ ഞാൻ x² ചിഹ്നം മക്കളെ ഇവിടെ നെഗറ്റീവ് ആണ്. സോ അത് പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എല്ലാ ചിഹ്നവും ചേഞ്ച് ചെയ്യും. സോ -x² എന്താവും? +x² പ്ലസ് 24x മൈനസ് 24x ഈക്വൽ ടു 135 പ്ലസ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ അതെന്താവും? മൈനസ് ആവും. സോ നമുക്ക് ഇനി കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. എങ്ങനെ ചെയ്യും? x². ഓക്കെ മക്കളെ, ഈ ചോദ്യമാണ് നമ്മളെ ബി ചോദ്യം അല്ലെ? ഈ ചോദ്യമാണ് നമ്മളെ ബി ചോദ്യം എന്ന് പറയുന്നത്. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ കഴിഞ്ഞു. എന്താണ് സി ചോദ്യം? ഇതിനെ സോൾവ് ചെയ്ത് എക്സിന്റെ വില കണ്ടുപിടിക്കുക, ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. സോ ഇനി സോൾവ് ചെയ്യുക എങ്ങനെ? x² മൈനസ് 24x ഈക്വൽ ടു -135. ഇതെങ്ങനെ സോൾവ് ചെയ്യൂടാ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. സോ നോക്കുക, x²
-24x പ്ലസ് 12ന്റെ സ്ക്വയർ ഈക്വൽ ടു -135 പ്ലസ് 12ന്റെ സ്ക്വയർ. വലിയ നമ്പറൊക്കെ വരും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് വരും കണക്ക്. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ x² -24x പ്ലസ് 12² ഇസ് ഈക്വൽ ടു വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ 9 എന്ന് വരും. മക്കളെ ഇവിടെ 12ന്റെ സ്ക്വയർ 144. അപ്പൊ വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. ഓക്കെ, then ഇവിടെ x -12 the whole square is equal to 9. So x -12 equal to plus or minus 9. Sorry, root 9. Okay, x -12 equal to എന്ത് വരും ഇവിടെ? Plus or minus root 9 വരും, plus or minus 3. Okay ആണോ? Plus or minus 3. Then അടുത്ത് x equal to 3 plus 12 or x equal to -312 അല്ലേ? അല്ലടാ, ചിഹ്നം അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. സോ പ്ലസ് ഉത്തരവായിട്ട് എനിക്ക് ഒരെണ്ണം കിട്ടും, മൈനസ് കിട്ടും. സോ എക്സ് ഈക്വൽ ടു ഇവിടെ 15. സോ ഇവിടെ എക്സ് ഈക്വൽ ടു വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 12 - 3 ചെയ്യുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടും. എത്ര കിട്ടൂടാ? 9. ഓക്കെ, സോ നമുക്കറിയാം മക്കളെ ഇവിടെ രണ്ടെണ്ണം കിട്ടി. അതായത് ഒന്ന് 15 എന്നും ഒന്ന് എത്രയെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. സോ ലെങ്ത് ഈക്വൽ ടു 15 ആൻഡ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 9. ഓക്കെ ആണോ? വളരെ എളുപ്പമാണ് മക്കളെ, വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരിക്കൽ കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഞാൻ ആ സ്റ്റെപ്പ് ഒരിക്കൽ കൂടെ കാണിക്കുക. നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? പതുക്കെ വീഡിയോ കണ്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യെസ്, ഇതേ പാറ്റേണിൽ വരുന്ന ഒരു കണക്കാണ് ഈ കണക്ക്. വളരെ എളുപ്പമാണ്, ഇതേ പാറ്റേണിൽ വരുന്ന ഒരു കണക്കാണ്. ഓക്കെ, ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ ലെങ്ത് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 14. ഇറ്റ്സ് ഏരിയ 24. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്? മക്കളെ ഒരു റൈറ്റ് ട്രയാംഗിൾ, അതിന്റെ ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. നമുക്കറിയാം അവർ പറയുന്നുണ്ട് പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് അതിന്റെ സം ആണ് എന്ത്? 14. സോ ചോദ്യം a പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് എത്ര എന്നറിയാം. അതായത് ഓൾട്ടിറ്റ്യൂഡും ബേസും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 14 എന്നറിയാം അല്ലേ? ഇനി ഞാൻ ബേസിനെ എക്സ് എന്ന് എടുത്തെന്നിരിക്കട്ടെ, എങ്കിൽ എന്തായിരിക്കും? 14 മൈനസ് എക്സ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കണക്ക് പോലെ ആയില്ലേ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏരിയ തന്നിട്ടുണ്ട്, അവർ ഏരിയ 24 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ന് പറയുന്നത് 24 ഏരിയ അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. ഇനി മക്കളെ ഈ ഹാഫ് അങ്ങ് അപ്പുറത്ത് പോകുമ്പോ BH ഈക്വൽ ടു 2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോ 48 അല്ലെ? ഡിവൈഡ് ബൈ 2 അപ്പുറത്ത് ഇൻറ്റു 2. മക്കളെ ബേസ് എക്സ് ആണ്. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് 14 മൈനസ് എക്സ് ഈക്വൽ ടു ആര്? 48 ഈക്വൽ ടു 48. ദെൻ ഓക്കെ ആണോ? ദെൻ മക്കളെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരൂടാ? എക്സ് ഇൻറ്റു 14x മൈനസ് എക്സ് ഇൻറ്റു എക്സ് x² ഈക്വൽ ടു 48. ഞാൻ നേരത്തെ പറഞ്ഞു x² ചിഹ്നം പ്ലസ് ആക്കാൻ വേണ്ടി എല്ലാത്തിന്റെ ചിഹ്നവും തിരിക്കുക, ചേഞ്ച് ചെയ്യുക. സോ -x² പ്ലസ് x² ആവും, പ്ലസ് 14x മൈനസ് 14x ആവും, 48 മൈനസ് 48 ആവും. ദെൻ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം, ഇനി കംപ്ലീറ്റ് സ്ക്വയർ. സോ x² മൈനസ് 14x വലുതി മക്കളെ അടുത്ത എക്സിന്റെ കൂടെയുള്ള ആളാരാ? 14ന്റെ പകുതി 7ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, മൈനസ് 48 പ്ലസ് 7². ദെൻ x പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കും മക്കൾ, അവിടെ 1 എന്ന് ഉത്തരം കിട്ടും അല്ലേ? ഇവിടെ നോക്കണം 49 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കും, നമുക്ക് അവിടെ 1 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും? x മൈനസ് 7 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ദെൻ x മൈനസ് 7 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ നോക്കണം മക്കൾ, x മൈനസ് 7 ഈക്വൽ ടു പ്ലസ് 1 ഓർ x മൈനസ് 7 ഈക്വൽ ടു മൈനസ് 1. സോ ഇവിടെ x ഈക്വൽ ടു എന്ത് വരും? മൈനസ് 7 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 8. സോ ഇവിടെ x ഈക്വൽ ടു ഈ മൈനസ് 7 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് പ്ലസ് 7 എന്ന് വരും. വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് വരും? 6 എന്ന് ഉത്തരം കിട്ടും. ശരിയല്ലേ? അപ്പൊ നമുക്കിവിടെ കിട്ടി ബേസ് എന്ന് പറയുന്ന ആള്, അതായത് ഇതിൽ ഒന്ന് വലുത് ഒന്ന് ചെറുതല്ലേ? ബേസ് 8 ആണെങ്കിൽ ഹൈറ്റ് ആരായിരിക്കും? 6 ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് 8 ആണെന്ന് കിട്ടി, ഇതെന്ത്ര കിട്ടി? 6 ആണ് എന്ന് കിട്ടി. ഓക്കെ ആണോ? ദെൻ അടുത്ത ചോദ്യം. അപ്പൊ സൈഡ്സ് കിട്ടി, ലെങ്ത് ഓഫ് സൈഡ്സ് കിട്ടി. എത്ര? 8,6 അത് ചെയ്ത വഴിയാണ് ഇവിടെ കൊടുത്തേക്കണേ. ദെൻ എന്താണ് അടുത്ത ചോദ്യം? യെസ് മക്കളെ, ഹൈപ്പോട്ടനസ്. നമുക്കറിയാം 8ഉം 6ഉം വന്നാൽ ഹൈപ്പോട്ടനസ് എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലെ? ബി ക്വസ്റ്റ്യൻ 8ഉം 6ഉം കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് എങ്ങനെ കണ്ടുപിടിക്കൂടാ? ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8² പ്ലസ് 6². ഇത് ചെയ്യുമ്പോഴേക്കും h ഈക്വൽ ടു എനിക്ക്
എത്ര കിട്ടൂടാ? 10 എന്ന് ഉത്തരം കിട്ടും. 8ന്റെ സ്ക്വയർ 64, 6ന്റെ സ്ക്വയർ 36, 64 36 കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 100 എന്ന് കിട്ടും. സോ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ √100 is equal to എനിക്ക് 10, h equal to 10 എന്ന് കിട്ടും. ദെൻ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെരിമീറ്റർ? എല്ലാ സൈഡും കൂടെ കൂട്ടുക. പി ഈക്വൽ ടു 10 പ്ലസ് 8 പ്ലസ് 6, 10 കിട്ടും, 18 6 24. പെരിമീറ്റർ എനിക്ക് എത്ര കിട്ടി? 24. പെരിമീറ്റർ എത്ര കിട്ടി? 24. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് 2 ഉത്തരം കിട്ടിയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ബേസ് ഒരെണ്ണം ഹൈറ്റും ആയിട്ട് എടുത്തു. ഓക്കെ ആണോ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മക്കളെ നമ്മൾ ആൻസർ കറക്റ്റ് ആണോ നോക്കിയാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 14 കിട്ടുമോ? യെസ്, 8ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 14 കിട്ടും. സോ നമ്മൾ ആൻസർ കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ പരീക്ഷ സമയത്ത് ആൻസർ കറക്റ്റ് ആണോ നോക്കി സമയമൊന്നും കളയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദെൻ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാൻ. യെസ്, ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ കോഡ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് അറ്റ് പി. അവർ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കഥയൊക്കെ നിങ്ങൾ വായിക്കുക. എ ബി എന്ന കോഡും സി ഡി എന്ന കോഡും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി. ദെൻ ഇഫ് എ പി ഈക്വൽ ടു 12, എ പി എന്ന് പറയുന്നത് 12 ആണ്. മുഴുവൻ നീളം എ ബി എന്ന് പറയുന്നത് 16 ആണ്. മുഴുവൻ നീളം എ ബി എന്ന് പറയുന്നത് 16 ആണ്. ദെൻ പി സി എന്ന് പറയുന്നത് എത്രയാണ്? പി സി എന്ന് പറയുന്നത് ഞാൻ ആ ഫിഗറിലെല്ലാം എഴുതുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ പി സി നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, പി സി എന്ന് പറയുന്ന സാധനം എത്രയാണ്? 8 ആണ്. ദെൻ ഒന്നാമത്തെ ചോദ്യം, പി ഡിയും സി ഡിയും കണ്ടുപിടിക്കുക. മക്കളെ നമുക്ക് നമ്മളെ ഫോർമുല അറിയാം. ഇങ്ങനെ ഒന്നിന് എന്താണ് ഫോർമുല? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമുക്ക് പി എ അല്ലെങ്കിൽ എ പി തന്നിട്ടുണ്ട് 12 ഇൻറ്റു പി ബി എത്രയെന്ന് അറിയാം നമുക്ക്. പി ബി ഇവിടെ ഈ മുഴുവൻ നീളം 16 ആണ്. മുഴുവൻ നീളം 16, ഇത്രയും 12. അപ്പൊ ബാക്കി എത്രയായിരിക്കും? യെസ്, 16 മൈനസ് 12 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ പി ബി എന്ന് പറയുന്നത് 16 മൈനസ് 12 ആയിരിക്കും. അത് എത്രയാണ്? 16 മൈനസ് 12, 4 ഇസ് ഈക്വൽ ടു പി സിയുടെ നീളം 8 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പി സിയുടെ നീളം 8 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സോ പി സി 8 ഇൻറ്റു പി ഡി. പി ഡിയുടെ വില അറിയത്തില്ല, കാരണം പി ഡി ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇവിടെ എത്ര വരടാ? പി ഡി കണ്ടുപിടിക്കാൻ വേണ്ടി മക്കളെ ഈ ഗുണിച്ച 8 ഇപ്പുറത്ത് വരുമ്പോ 12 × 4/8. സോ പി ഡി ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം 8ൽ 1 പ്രാവശ്യം, 8ൽ 2 പ്രാവശ്യം, ഇതിൽ 1 പ്രാവശ്യം, 12/2 ഈക്വൽ ടു 6. പി ഡി എനിക്ക് എത്ര കിട്ടി? 6 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ ആണോ? പി ഡി 6 എന്ന് ഉത്തരം കിട്ടി. ദെൻ അടുത്ത ചോദ്യം, സി ഡി എത്രയെന്നാണ്. ഇനി നിങ്ങൾ വേഗം പറ, സി ഡി എത്രയാണെന്ന് പറ. സി ഡി നോക്കടാ. നോക്ക്, ഇവിടെ നമുക്ക് ഈ പി സിയുടെ നീളം 8 എന്നറിയാം. നമ്മൾ പി ഡിയുടെ നീളം നമ്മൾ 6 എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ മൊത്തം നീളം, സി ഡിയുടെ മൊത്തം നീളം എത്രയായിരിക്കും? എത്രയായിരിക്കും? 8 + 6 ആയിരിക്കും. തന്നെ എടാ, ഇത്രയും സി പിയുടെ ഇത്രയും നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 8. ഇത്രയും നിങ്ങൾ 6 ആണെന്ന് കണ്ടുപിടിച്ചു. സോ ഈ മുഴുവൻ നീളം 8 + 6 എത്ര? 8 + 6 is equal to 14. സോ എത്ര? 8 + 6 is equal to 14. ഇതാണ് ആര്? സി ഡി. ഓക്കെ ആണോ? സെക്കൻഡ് ഡിഗ്രിയിൽ അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. രണ്ടാമത്തെ ചോദ്യം, പി സി. അതാണ് നമ്മളെ വില്ലൻ. പി സി എന്ന് പറയുന്നത് 2 more than പി ഡി. ഓക്കെ, പി സി എന്ന് പറയുന്നത് 2 more than പി ഡി. എ ബി ഈക്വൽ ടു 11, പി ബി ഈക്വൽ ടു 3, then find പി സി. മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പി സി എന്ന് പറയുന്നത് മോർ ദാൻ പി ഡി ആണ്. സോ ഞാൻ പി ഡി അങ്ങോട്ട് എക്സ് എന്ന് എടുത്തു. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ വേഗം പറ, പി സി എത്ര? എക്സ് + 2 ആയിരിക്കും. കാരണം 2 more than എന്ന് അവർ പറയുന്നുണ്ട് അല്ലെ? 2 more than എന്ന് പറയുന്നില്ലേ? യെസ്, 2 more. ഇനി നമുക്ക് നോക്കാം, നമ്മളെ ഒന്നേന്നാണ് കണക്ക്. നമ്മളെ ഫോർമുല എന്താണ്? പി എ, ഞാൻ ഒരിക്കൽ എഴുതിയതാണ്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഇതിൽ ആരൊക്കെ തന്നിട്ടുണ്ട്? പി എ തന്നിട്ടുണ്ട്. പി എ നമുക്ക് കണ്ടുപിടിക്കാം. നോക്ക, ഈ കണക്കില് ശ്രദ്ധിച്ചിരിക്കേ. ഓക്കെ, ഈ കണക്കില് അവര് എ ബി എന്ന് പറയുന്നത് 11 മുഴുവൻ നീളം 11 തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി മുഴുവൻ നീളം 11. പി ബിയുടെ നീളം 3 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവൻ 11, ഇത്രയും 3. അപ്പൊ എത്രയായിരിക്കും? എ പി എത്ര ആയിരിക്കും? 11ൽ നിന്ന് 3 കുറച്ചാൽ മതി. ഇപ്പൊ എങ്ങനെ വരും? 11ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇപ്പൊ പി എ എന്ന് പറയുന്നത് 11ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എനിക്ക് 8 ഇൻറ്റു പി ബിയുടെ നീളം തന്നിട്ടുണ്ട് 3 ഈക്വൽ ടു പി സിയുടെ നീളം എക്സ് ഇൻറ്റു എക്സ് + 2 അല്ലേ? പി സി എന്ന് പറയുന്ന സാധനം പി ഡി എന്ന് പറയുന്നത് എക്സും പി സി എന്ന് പറയുന്നത് എക്സ് + 2 ആണ്. സോ അത് രണ്ടും കൂടെ ഗുണിക്കും. സോ എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ലെഫ്റ്റ് സൈഡിൽ എഴുതുവാണ്. എക്സ് ഇൻറ്റു എക്സ്, x² + 2x ഈക്വൽ ടു 24. നീ ഏത് മെത്തേഡിൽ കംപ്ലീറ്റ് ചെയ്യും? യെസ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ കംപ്ലീറ്റ്. സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. ഇങ്ങനെ വരൂടാ, x² + 2x + 1² ഈക്വൽ ടു 24 + 1². സോ x + 1 the whole square ഈക്വൽ ടു 25. x + 1 ഈക്വൽ ടു +or - √25. So
എക്സ് പ്ലസ് 1 ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 5. മക്കളെ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. അതാണ് സാർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എന്തുവരുടാ ബാക്കി എന്ത് വരും? സോ എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 കിട്ടി. ദെൻ അടുത്ത് നോക്കുക, ഞാൻ നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നോക്കടാ, എക്സ് ഈക്വൽ ടു ഈ 1 അങ്ങ് അപ്പുറത്ത് എന്ത് വരുടാ? 5 മൈനസ് 1. 5 മൈനസ് 1 ഈ പ്ലസ് 1 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 5 എടുക്കുക. ഞാൻ മൈനസ് എടുക്കുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. സോ പ്ലസ് 5 എടുത്തു. 5 മൈനസ് 1 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടൂടാ? 4. എക്സിന്റെ വില എനിക്ക് 4 എന്ന് കിട്ടി. മക്കളെ ആരെയാണ് ഞാൻ എക്സ് എന്ന് എടുത്തത്? പി ഡി ആണ് ഞാൻ എക്സ് എന്ന് എടുത്തത്. സോ പി ഡി എനിക്ക് 4 എന്ന് കിട്ടി. പി ഡി എനിക്ക് 4 എന്ന് കിട്ടി. എന്തായിരിക്കും പി സിയുടെ വില എന്ന് പറയുന്നത്? യെസ്, പി സിയുടെ വില നിങ്ങൾക്ക് മുഴുവൻ നീളം അറിയാം. കാരണം 4 സി പിയുടെ വില അവിടെ പി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 4 നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ദെൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? യെസ്, പി സി ഈസ് 2 സെന്റിമീറ്റർ മോർ ദാൻ പി ഡി എന്നാണ് പറയുന്നത്. പി ഡിയേക്കാൾ 2 കൂടുതലാണ്. സോ ഇത് എത്രയായിരിക്കും? 6 ആയിരിക്കും. എത്ര ആയിരിക്കും? 6 ആയിരിക്കും. കാരണം പി സി ഇതവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. പി സി ഈസ് 2 സെന്റിമീറ്റർ മോർ ദാൻ പി ഡി. ഞാൻ പി ഡി ആണ് എക്സ് എന്ന് എടുത്തത്. സോ എക്സ് എനിക്ക് 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4നേക്കാൾ കൂടുതൽ ഇത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് ഒരിക്കൽ കൂടെ ഈ വീഡിയോ സ്ലോയിൽ ഒന്ന് കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണ്, അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം, യെസ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n സ്ക്വയർ പ്ലസ് 8n. ദെൻ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? മക്കളെ ഇവിടെ നോക്കിയോ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമ്മിന്റെ എക്സ്പ്രഷൻ തന്നാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. n സ്ക്വയറിന്റെ കൂടെ ഇരിക്കുന്ന ആളാണ് 1 പ്ലസ് എന്നിന്റെ കൂടെയുള്ള ആള് 8. സോ ഫസ്റ്റ് ടേം ഈസ് 9. കഴിഞ്ഞു. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ എക്സ്പ്രഷൻ Sn ഇസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ. ദെൻ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കൂടെയുള്ള ആളില്ലേ, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ആ ചോദ്യം കഴിഞ്ഞു. ഈ മൊത്തം ചോദ്യം കഴിഞ്ഞെന്നല്ല, ആ ഒരു ചോദ്യത്തിന്റെ കോൺസെപ്റ്റ് അതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ മക്കളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഓൾറെഡി നമ്മൾ ഈ വീഡിയോ സെക്ഷന്റെ ഫസ്റ്റ് പഠിച്ച സാധനം കണ്ടോ? ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം. ബി ക്വസ്റ്റ്യൻ, n സ്ക്വയർ പ്ലസ് 8n. മക്കളെ ഏത് നമ്പർ ആഡ് ചെയ്യും നിങ്ങൾ? എന്നിന്റെ കൂടെയുള്ള ആളുടെ പകുതി. അവിടെ എക്സ് ആയിരുന്നു, ഇവിടെ n ആണ്. എന്നിന്റെ കൂടെയുള്ള ആള് 8. 8ന്റെ പകുതി 4. 4ന്റെ സ്ക്വയർ. സോ നിങ്ങൾ ആഡ് ചെയ്യേണ്ട നമ്പർ 16. നിങ്ങൾ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 16. കഴിഞ്ഞു. ദെൻ അടുത്ത ചോദ്യം, ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേം സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 560? എത്ര ടേമിന്റെ സമ്മാണ് 560? അതായത് മക്കളെ n സ്ക്വയർ പ്ലസ് 8n ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട് അവര്? 560 തന്നിട്ടുണ്ട്. നമ്മൾ ഇനി n കണ്ടുപിടിച്ചാൽ മതി. എത്ര എണ്ണം എന്നുള്ളത് നമ്മൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഏത് മെത്തേഡിൽ ചെയ്യും? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യും. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് എങ്ങനെയാണ് നോക്കടാ? n സ്ക്വയർ പ്ലസ് 8n ഈക്വൽ ടു 560. ഓക്കെ ആണോ? ദെൻ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 560 പ്ലസ് 4 സ്ക്വയർ. സാർ ഞാൻ അല്പം ചുരുക്കി അങ്ങ് ചെയ്യും. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു 4-5 കണക്ക് പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. സോ ഇവിടെ n പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 560. 4 സ്ക്വയർ 16, 576. ഓക്കെ ആണോ? ദെൻ ഇവിടെ നിന്ന് എന്ത് വരും? n പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 576 എന്ന് പറയുന്നത് 24. സോ n ഈക്വൽ ടു 24 മൈനസ് 4 ഇസ് ഈക്വൽ ടു 20. n എത്ര കിട്ടിയടാ? 20 എന്ന് കിട്ടി. അതായത് ആദ്യത്തെ 20 പദങ്ങളുടെ സമ്മാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 560 കിട്ടും. നമുക്ക് n, കാരണം ഇത് നെഗറ്റീവ് ഞാൻ ചെയ്തില്ല, കാരണം n ഒരിക്കലും നെഗറ്റീവ് എടുക്കില്ല നമ്മൾ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതി ആദ്യത്തെ 20 പദങ്ങളുടെ സം എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 560 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, 20 കൊടുക്കുമ്പോൾ 400 കണ്ട 20 × 8 160. 400 160 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 560 കിട്ടും. വളരെ എളുപ്പം. നമുക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ഉത്തരം ഉറപ്പായിട്ടും ശരിയായിരിക്കും. ഓക്കെ, കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പരീക്ഷയ്ക്ക്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ചോദ്യം. ഇവിടെ നോക്കുക മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ക്ഷമിക്കുക, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ നിന്ന് മക്കളെ എക്സിന്റെ വില കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ ഈ റൂട്ടിനകത്തിരിക്കുന്ന ആൾ ആരാണ്? ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അവൻ ഈക്വൽ ടു 0 ആയാൽ only one സൊല്യൂഷൻ. അതായത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ടാവും?
ഓൺലി വൺ സൊല്യൂഷൻ. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് എങ്കിൽ അവിടെയെങ്കിൽ നോ സൊല്യൂഷൻ, അവിടെ സൊല്യൂഷൻ ഇല്ല. ഓക്കെ ആണോ? ദെൻ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ദെൻ നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈപ്പ് എത്ര സൊല്യൂഷൻ ഉണ്ടാ? 2 സൊല്യൂഷൻ. എത്ര സൊല്യൂഷൻ ഉണ്ട്? 2 സൊല്യൂഷൻ. ഓക്കെ ആണോ? ഇനി ഇവിടെ എന്താണ് എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആൾ. ഈ കൂടെയുള്ള ആളെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ കൂടെയുള്ള ആളെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. ദെൻ ബി ആരാണ് മക്കളെ? എക്സിന്റെ കൂടെയുള്ള ആൾ. എക്സിന്റെ കൂടെയുള്ള ആൾ. എക്സിന്റെ കൂടെയുള്ള ആൾ. ഇനി ആരാണ് സി എന്ന് പറയുന്നത്? കോൺസ്റ്റന്റ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? ദെൻ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഈ കണക്ക് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക എന്താണ് എ ബി സി എന്ന് പറഞ്ഞാൽ. ബി സ്ക്വയർ മൈനസ് 4ac എയും ബിയും സിയും എന്താണെന്ന് മനസ്സിലായോ? എ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആൾ, ബി എക്സിന്റെ കൂടെയുള്ള ആൾ, സി കോൺസ്റ്റന്റ്. സി ആരാണ്? കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യാം? ഈ ഒരു കണക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം? വേഗം പറ. ഇവിടെ നോക്കാം, നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് സി, അങ്ങനെ എ എക്സ് പ്ലസ് ബി. ഓക്കെ, എ എക്സ് പ്ലസ് ബി. അതിന് ഓൺലി വൺ സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇത് തെളിയിക്കണം. എ സ്ക്വയർ ഈക്വൽ ടു 4b ആണെന്ന് തെളിയിക്കണം. അല്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമുക്കറിയാം ഹിയർ ഇവിടെ ഒറ്റ സൊല്യൂഷനേ ഉള്ളത് കൊണ്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന സാധനം എന്തോന്നായിരിക്കും? ഈക്വൽ ടു 0. അല്ലേ? കണ്ടോ, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ സൊല്യൂഷൻ വരുന്നത് എപ്പോഴാണ്? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വരുമ്പോ. സോ ഇവിടെ നമുക്കറിയാം ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. ഇനി ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുത്തരം പറയുക. എ ബി സി. ഇവിടെ മക്കളെ ആരാണ് എ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആൾ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആൾ ആരാണ്? യെസ്, 1. എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1. ഓക്കെ ആണോ മക്കളെ? ആരാണ് ബി എന്ന് പറഞ്ഞാൽ? എക്സിന്റെ കൂടെയുള്ള ആൾ. അപ്പൊ ഇവിടെ ആരാണ് ബി? ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ ഇരിക്കുന്നത് എ ആണ്. ദെൻ ആരാണ് സി? കോൺസ്റ്റന്റ്. ആരാണ് സി? കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇരിക്കുന്ന ആൾ. ഇവിടെ അവസാനം ഇരിക്കുന്ന ആള് ബി ആണ്. ഓക്കെ ആണോ? ഈ വിലകൾ എല്ലായിടത്തും നമ്മൾ എവിടെ കൊടുക്കുന്നു? ഈ വിലകൾ എല്ലായിടത്തും നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാം. എങ്ങനെ കൊടുക്കും? വേഗം പറ. ബി എന്ന് പറഞ്ഞാൽ എ. സോ എന്ത് വരും? പുട്ട് ദിസ് ഇൻ ഇക്വേഷൻ. ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം. എങ്ങനെ വരുടാ? ബി എന്ന് പറഞ്ഞാൽ ആര്? എ. സോ എ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ ആണോ? ഈക്വൽ ടു 0 ആണ്. സോ മക്കളെ എ സ്ക്വയർ മൈനസ് 4b ഈക്വൽ ടു 0. therefore എ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ab അപ്പുറത്ത് പോകുമ്പോ പ്ലസ് 4b. ഹെൻസ് ദ പ്രൂഫ്. ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടേ? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു സാധനം ബി സ്ക്വയർ മൈനസ് 4ac ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയിരിക്കും. ആ ഒരു ലോജിക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കണക്കിലോട്ട് വന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സെക്ഷന്റെ അവസാനത്തെ ക്വസ്റ്റിലോട്ട് നമ്മൾ കിടക്കുവാണ്. അപ്പൊ ഈ ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാനിത് കുറച്ചൊന്ന് തുടങ്ങി വെക്കും, ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യാം. നോക്കണം മക്കളെ. ഇവിടെ ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ, യെസ് നമുക്കറിയാം ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആള് എക്സ് പ്ലസ് 2. അതിന്റെ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ചെയ്യുമ്പോൾ എനിക്ക് 399 കിട്ടും. അല്ലെ? ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 399. മക്കളെ ഇനി ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യും? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യും. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ is equal to 399 plus 1 square. Then next step എഴുതിയിട്ട് നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം. നിർബന്ധമായി മക്കളെ ഇതിന്റെ ബാക്കി സ്വന്തമായിട്ട് ചെയ്യുക. പ്രോബ്ലംസ് എത്രത്തോളം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കണക്കിൽ എക്സ്പേർട്ട് ആവും. അപ്പൊ ഇനിയുള്ള 4 ദിവസം നമുക്ക് കണക്ക് പരീക്ഷയ്ക്ക് മുമ്പ് 4 ദിവസമുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തീർച്ചയായും കണക്കിൽ നിങ്ങൾക്ക് A+ വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയുള്ള 4 ദിവസം നിങ്ങൾ പരമാവധി വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് കിട്ടുമോ അതെല്ലാം നിങ്ങൾ എടുക്കുക, നിങ്ങൾ സോൾവ് ചെയ്യുക, ചോദിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ക്ലാസ്സുകൾ മാത്രം കണ്ടതുകൊണ്ട് നമ്മൾ കണക്ക് പഠിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് കണ്ട ശേഷം അത് കൃത്യമായ ആ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കണം. സെക്കൻഡ് ഡിഗ്രിയിൽ മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി ഒരു ഫൈനൽ റിവിഷന് നമ്മൾ എല്ലാ ചാപ്റ്റർ ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ച് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കിട്ടാത്ത കുറെ അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ക്ലാസ് നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരുടെ അടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പൊ എല്ലാവർക്കും A+ കിട്ടട്ടെ. എല്ലാവർക്കും A+ കിട്ടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു.